എല്ലാവർക്കും പ്രഭാസ് ഹോം ആൻഡ് ഗാർഡന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 2020 കൂടുതൽ സമയം നമ്മൾ ചെലവഴിച്ച് നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ 2020 കുറെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ഐഡിയയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും, ആ പ്ലാന്റ്സ് ഒക്കെ എന്താണെന്ന് അറിയാനും നിങ്ങൾക്കൊരു ആകാംക്ഷയാണ്. അപ്പം ഞാൻ ചെയ്ത കുറെ പ്ലാന്റ്സും പിന്നെ നമ്മൾ അന്ന് വെച്ച പ്ലാന്റ്സും ഒക്കെ ഒന്ന് കാണുന്നുണ്ടാക്കി. നമ്മുടെ സ്പൈഡർ പ്ലാന്റും സക്കുലന്റും ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഒരു കെറ്റിലിനകത്ത് വെച്ച്. അപ്പം അന്ന് എല്ലാവർക്കും ഒരു ചെറിയ സംശയം ഉണ്ടായി കാണുമായിരിക്കും, ഈ കെറ്റിലിന്റെ നമ്മുടെ ഇവിടെ ഈ കിഴത്തേക്കകത്ത് ഇതൊക്കെ വെച്ചാൽ വളരെ സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ നാമ്പുകളൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടൊന്ന് നയിക്കുന്നു. അപ്പം ഞാൻ എന്താ പറയുന്നത്, ഒരു 2-3 ദിവസം കൂടുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നനയ്ക്കാറുണ്ട്. അപ്പോൾ ഇവള് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് സക്കുലൻസ് ആണ് ഇത്. ഞാൻ അടുക്കളയിലെ ജനലിന്റെ സൈഡിൽ വെക്കുന്നതാണ്. ഇത് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തു വെച്ചു. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മാസം ആറായെന്ന് തോന്നുന്നു. അപ്പം ഇത്രയൊക്കെ വളർന്നിട്ടുണ്ടല്ല. ഇത് വന്ന് കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ്. ഇതിപ്പോൾ 2 മാസത്തുള്ള ഇത്രയൊക്കെ വളർന്നുള്ളൂ. സോ നമ്മുടെ പഴയ ഇയറിങ്സ് ഒക്കെ വെച്ച് അതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ആണ്. അപ്പം ഇത് കണ്ട്, ഇതൊരു സ്റ്റൂളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ലൗഞ്ച് റൂമിൻ്റെ ഒരു മൂലയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ വേറൊരു സക്കുലൻ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ ടൂർ പിന്നെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ 2020 ആദ്യം എൻ്റെ വെളിയിൽ ഇങ്ങനെ ഷെയ്ഡായിട്ടുള്ള സൈഡിലാണ് വെച്ചിരുന്നത്. 2020 പകുതി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഞാൻ പെരക്കകത്ത് കയറ്റി. കാരണം വെച്ചാൽ ഇങ്ങനെ ഭംഗിയാക്കിയതിൻ്റെ വീഡിയോയും ഇതിനകത്ത് ഞാൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചാണ് നമ്മുടെ വാണ്ടറിങ് ജ്യൂ. ഇത് വന്ന് ഞാനിപ്പോൾ ലൗഞ്ച് റൂമിലെ ടീ ടേബിളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വെളിയിലാണ് വെക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയുടെ സൈഡിലെടുത്ത് ആ വെയിലുള്ളിടത്ത് കൊണ്ട് വയ്ക്കും. പിന്നെ ഇവിടെ നമ്മുടെ ബ്ലൈൻഡെല്ലാം തുറന്നു വിടുമല്ലോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സൺലൈറ്റ് കിട്ടാറുണ്ട്. അവർക്ക് ഇലയ്ക്ക് ഇച്ചിരി എനിക്കൊന്ന് കളർ കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ. സാധാരണ നല്ല ഇച്ചിരി ഡീപ്പ് പർപ്പിളാണ്, ഇച്ചിരി കളർ കുറവുള്ള പോലെ തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വാണ്ടറിങ് ജ്യൂ. ഇത്രത്തോളം വളർന്നു കേട്ടോ. ഇത്രയും ഇത് മേലോട്ട് വളർന്ന് കയറിയിട്ടുണ്ട്. നമുക്കൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒരു 2-3 ദിവസം കൊണ്ട് കൈങ്ങനെ ഇട്ട് നോക്കും. നമ്മുടെ മണ്ണ് വന്ന് വെറ്റല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് എൻ്റെ ഒരു വേറൊരു സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ വെളിയിലത്തെ പോട്ട് വന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് ഞാൻ ചെയ്തൊന്നുമല്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ഇത് വാങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളിങ്ങനെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണെന്ന്. അപ്പം ഞാൻ എൻ്റെ ഐഡിയാപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. നമ്മുടെ ഒരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിന് ഇത് നോക്കിക്കുക, ഇതൊരു കാർഡ്ബോർഡ് ചെയ്തതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്തതിൻ്റെ വീഡിയോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ജെയ്ഡ് പോലത്തൊരു സക്കുലൻ്റ് 2015 വാങ്ങിച്ച ചെടിയാണിത്. അപ്പം അന്ന് വാങ്ങിച്ചപ്പോൾ ഇത് വളരെ ഒരു ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയൊരു കമ്പിൻ്റെ ഒരു പോട്ടിനകത്ത് വാങ്ങിയതാണ്. അപ്പം ഈ 5 വർഷം കൊണ്ട് ഇത് വളർന്നു. അപ്പോൾ ഇതും വീടിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ 2020 പകുതി കഴിഞ്ഞപ്പം നമ്മുടെ ചെടികളെല്ലാം നമ്മൾ അകത്താക്കി. അപ്പം ഇതൊരു സാധാരണ ഒരു പോട്ടാണ്. ഇതൊരു $10 സാധാരണ എനിക്കൊന്ന് പ്ലാസ്റ്റിക്കിന് ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോട്ടാണ്. അപ്പം നമ്മളിങ്ങനത്തെ അത് ആ പ്ലാസ്റ്റിക്കായിട്ട് തന്നെ അതിരുന്നൊരു ഭംഗിയില്ല. അപ്പം നമ്മളിങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. ഒരു സക്കുലൻ്റാണ്. ഇത് സാധാരണ ഇച്ചിരി ഷെയ്ഡുള്ളിടത്ത് വെളിയിൽ വെക്കാവുന്ന ചെടിയാണ്. അപ്പോൾ ഇതൊരു പോട്ടിലാണ് നിന്നിരുന്നത്. അപ്പം ഞാൻ ആ പോട്ട് വേറൊരു ഇങ്ങനത്തെ ഒരു കൊട്ടക്കകത്താക്കിയിട്ട് അതിവിടെ വെച്ച് ഈ മേലെ കയറി വരുന്നിട്ട് വെച്ചു. അപ്പം ഇത് വാങ്ങിയതാണ്. ബോക്സിൻ്റെക്ക് സാധാരണ ഇതിനൊരു $15-20 ആകുന്നതാണ്. ബോക്സിൻ്റെക്ക് ഓഫറുണ്ടായിരുന്നു. അപ്പോൾ $5 കിട്ടി. അപ്പം നമ്മളത് വാങ്ങി. അല്ല ഇതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതിങ്ങനെ കിട്ടിയോണ്ട് ഇത് ഒത്തിരി ഭംഗിയായിട്ട് തോന്നില്ലേ. എൻ്റെ കുറച്ച് പ്ലാൻസ് ഒക്കെ നിങ്ങളെ കാണിച്ച് അതിൻ്റെ ഐഡിയാസൊക്കെ ഞാൻ എൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ബാക്കി വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ ഇൻഡോർ പ്ലാന്റും ബാക്കി പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ പിന്നീട് ഒരിക്കൽ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നിന്ന് ഇവരെ ഒന്ന് ജസ്റ്റ് നമ്മളിത് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു 3 അങ്ങോട്ടും വെച്ചു, 3 ഇങ്ങോട്ടും. അപ്പോൾ ഇത് 2 നടാനുള്ളതായി. അപ്പം ഇത് കൊഴിച്ചു വെക്കുന്ന സൂക്ഷിച്ച് വേണം. വെള്ളം കിടന്നാൽ വേരി ചിഞ്ഞു പോകും കേട്ടോ. അപ്പം നമ്മുടെ ഒരു സ്പ്രേ എടുക്കുക, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യുക. കാരണം വെച്ചാൽ സാധാരണ ഇത് വെക്കേണ്ടത് നന്നായിട്ട് ഡ്രെയിൻ ആയി പോകുന്ന സോയിലാണ്. നമ്മൾ ഇതിന് ഹോൾസ് ഒന്നും ഇല്ലാത്തൊരു ഗ്ലാസ് നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി വെക്കുന്നത് കൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ ആ പെർലൈറ്റും എല്ലാം കൂടി ഇട്ട് ചെയ്ത മിക്സർ അപ്പം അതെല്ലാം കൂടി ഇട്ട് മിക്സറും ഇതിനകത്ത് കമ്പോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിനി വളമൊന്നും വേണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഒരു വർഷമൊക്കെ ആകുമ്പോൾ ഇതെടുത്ത് മണ്ണെടുത്ത് മാറ്റണം കേട്ടോ. കാരണം ഇതുങ്ങൾക്ക് വേറെ ഒരു വളവും ഒന്നും കിട്ടത്തില്ല. ഇതിച്ചിരി
കോംപ്ലിക്കേറ്റഡ് ആണ് വെക്കുക. പറ്റില്ല. അപ്പോൾ നമ്മളിതെല്ലാം ഇനി ഒന്ന് തുടങ്ങി. അപ്പോൾ നമ്മുടെ സുന്ദരി മണികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് നമ്മുടെ പോയ ഇയറിങ്ങും ഇങ്ങനത്തെ ഇത് ഇനി ഒന്ന് ഒട്ടിക്കണം കേട്ടോ. ഈ ഇയറിങ് ഇടാൻ മേലാത്ത ഇയറിങ്ങുകളും അങ്ങനത്തെ സംഭവമൊക്കെ വെച്ച്. പക്ഷേ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇച്ചിരി ഭംഗിക്കുറവുണ്ട്, എന്നാലും വേണ്ടുകയില്ല. അപ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ഭംഗിക്കുറവ് പോലെയൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് കണ്ട് ഇത് നല്ല രസമാണ്. ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ ഇച്ചിരി നന്നായിട്ട് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഒന്ന് നോക്കിക്കേ, ഇത് ഞാനൊരു ഉപയോഗിക്കാത്ത കപ്പ് ആൻഡ് സോസർ ഒക്കെ വെച്ച് ഇത് ഞാൻ 1 മാസം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. 1 മാസമായി ഇതിൻ്റെ അടുക്കള ഇരിക്കുന്നത്. ഇതൊക്കെ ഇച്ചിരി വളർന്നു, ഇതും വളർന്നു. ഇത് അങ്ങോട്ട് കാര്യമായിട്ട് എനിക്കൊന്ന് ദിവസമുണ്ട്. നമ്മുടെ മണി പ്ലാന്റ് ഉണ്ട്. അപ്പം ഞാനൊരു ഗിഫ്റ്റ് ബോക്സ് ഇരിപ്പുണ്ട്. ചെയ്യാൻ പോകുന്നത് ഈ ഗിഫ്റ്റ് ബോക്സിൽ ഇവിടെ ഒന്ന് കണ്ടിച്ച് കളയും. എന്നിട്ട് എൻ്റെ ഇതുപോലെ നല്ല ഇച്ചിരി ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. ഇത് നമ്മുടെ കട്ടൻ്റെയാണ്, നല്ല കട്ടിയുള്ളതില്ലേ കട്ടൻ്റെ. അപ്പം ഇതിൻ്റെ ഇടയിലുള്ളത് ഫോം ഗ്ലിറ്റർ ആണ്. നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ, നല്ലൊരു തുണി. അത് നമുക്കിപ്പം തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വെട്ടുതുണിയുടെ നല്ല ഭാഗങ്ങൾ മിച്ചം കാണും, അത് യൂസ് ചെയ്യാം. വളരെ നൈസായിട്ടുള്ള തുണിയല്ല വേണ്ടി കേട്ടോ, നല്ല കോട്ടൺ പോലത്തെ ഇതുപോലത്തെ നല്ല എന്തെങ്കിലും ഒരു ചെറിയ ഇതിലൊരു ഡിസൈനും ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും. ഇതിലൊരു ഡിസൈൻ ഉണ്ട്. ഇത് നല്ലൊരു കോട്ടൺ തുണിയാണ്. പിന്നെ എൻ്റെ ഉള്ളത് ഫാബ്രിക്. അപ്പം ഞാൻ എന്താ പറയുക, ആ തുണിയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മേലത്തെ അവിടെ ആ കാർഡ്ബോർഡിന് അങ്ങനെ മടക്കുന്ന സംഭവങ്ങളെല്ലാം കളഞ്ഞു. എന്നിട്ടൊരു എക്സ്ട്രാ ഇവിടെ ഞാനൊരു സ്റ്റേപ്ലർ വെച്ച് പിൻ ചെയ്തു. അതിനുശേഷം ഇതിങ്ങനെ നന്നായിട്ട് ഇവിടെ ഇച്ചിരി ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തോട്ട് വെച്ചെന്ന് ഇത് ചെയ്യണം, അതായത് മടക്കി ഒട്ടിക്കണം, എന്നാലേ അതിന് ഭംഗി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വലിച്ചു പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ തുണി ഇങ്ങനെ തുടിഞ്ഞു കിടക്കും. ഓക്കെ, ഞാൻ ആ കർട്ടൻ തുണിയുടെ അടിഭാഗം ഇല്ലേ, ഇങ്ങനെ മടക്കി അടിച്ചിരിക്കുന്ന ഭാഗം മേലോട്ട് വെക്കണേ, എന്നാലും ഇവിടെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് അത് ആദ്യം സ്റ്റേപ്ലർ വെച്ച് ഇവിടെ പിൻ ചെയ്തു, പിന്നെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ബാക്കിയെല്ലാം ഒട്ടിച്ച്. ഇവിടെ ഞാൻ താഴെ ഇച്ചിരി എക്സ്ട്രാ താഴോട്ട് നീളം കൊടുത്തായിരുന്നു. അപ്പം അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ പിടിച്ച് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് വെച്ച് കേട്ടോ. അതിന് ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് ഒട്ടിച്ച്, ഫാബ്രിക് ഗ്ലൂ ഒത്തിരി നേരം ഒന്നും വേണ്ട, ഒട്ടിക്കേണ്ട താമസം, അതൊന്നും ഉണങ്ങും. ഓക്കെ, അപ്പം നമ്മുടെ ബോക്സ് വന്ന് റെഡിയായി. ഇപ്പോൾ ഒന്നും ബോക്സിൻ്റെ ഒന്നും കാണാനും മേലെ എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇനി കുപ്പിയുടെ അടപ്പാണ് ഇത്, ന്യൂട്ടെല്ലയുടെ എന്തോ ഒരു കുപ്പിയുടെ അടപ്പാണ്. അതിനകത്തോട്ട് ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഇറക്കി വെക്കാൻ. ചെയ്തുണ്ടോ, എന്നിട്ട് ഇറക്കി വെക്കാളൂ കേട്ടോ. ഡയറക്റ്റായിട്ട് ഇത് പോട്ടെടുത്ത് വെക്കില്ല, നമ്മുടെ ഈർപ്പം പോയി ഇത് വെറും കാർഡ്ബോർഡല്ലേ ഇത് പോകും. അങ്ങനെ 2 ട്രയാങ്കിൾ ഈ ഏകദേശം ഇതിൻ്റെ നടുക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 2 ട്രയാങ്കിളിൻ്റെ ഈ ബേസ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചത് വെക്കാനുള്ള പ്ലാൻ. അങ്ങനെ 4 സൈഡിലും വെക്കാമെന്ന് വെച്ചാൽ. അപ്പം നമുക്ക് ചേർത്ത് ഒട്ടിച്ചിങ്ങനെ വെച്ച് നോക്കിക്കാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മുടെ സ്റ്റേപ്പിളിനായിട്ട് നമ്മളൊന്നും ചെയ്തില്ല. അപ്പം നെയിൽ പോളിഷ് ഇല്ലേ, ആ നെയിൽ പോളിഷിന് എൻ്റെ റെഡ് കളർ ഇപ്പോഴും, ഈ കളർ ഉണ്ടായത് ഇച്ചിരി നല്ലതായിരുന്നു. ഇതങ്ങ് കവർ ചെയ്യുക, തേണ്ട ആ വൃത്തിയിടങ്ങ് കളഞ്ഞു. ഇവിടെ ഈ വെള്ളയായിട്ട് കാണുന്നില്ലേ, അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്കപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യുന്നവരാണ്, അക്രിലിക് പെയിൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം നമുക്കൊന്ന് കവറ്, ആ ചെറിയ ഇതിന് ഒരു ചെറിയ കളർ കൊടുത്താൽ അതൊന്ന് ഫെയ്ഡ് ചെയ്യാം. ആ കണ്ട വൈറ്റ് കളറിനെ ആ കാർഡ്ബോർഡിൻ്റെ കളറൊന്ന് മറയ്ക്കാം. അപ്പം നമ്മൾ ചെയ്യുന്ന ഇതുണ്ടോ, അതിനകത്തോട്ട് നമ്മൾ ആ ഇതോടെ വെക്കില്ല, ആ ബോട്ടിലിൻ്റെ അടപ്പ് അതിനകത്തോട്ട് വെച്ചു. അതിനുശേഷം നമ്മുടെ പ്ലാന്റ് ഇറക്കി വെച്ചു. എങ്ങനെ? You should definitely try it. Tails, can we get rid of it? That's it. ഇത് തന്നെ നട്ടൊക്കെ ഒട്ടിക്കാൻ Okay. You put it back with a butter you remove from. Try not to shoot anything on your own. The tubes will be all go together, just like the old days. Oh, don't forget that sports. That's a leak.
Enjoy the ride. I am. I'll get the kid and then fly head first into a brick. Just have fun. Easy, Captain. Sorry. Listen closely. Fly right over. No, I see the mistake I made here. You can't fly. Your migraines are brought on by severe mental issues and compounded by severe rivalries. Please make it stop. Get gasoline on your first device for free. Play around in every classroom and scoop up 88 kids to go, I don't know, do tanker. Classroom and have an accelerated curriculum year round. The next year, $40,000. ഇല്ലില്ല മമ്മിയുടെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും ഇനി I was the only one on the whole playground that could fly. I was special, at least in a dream. And all my dream friends thought it was the coolest thing. I was the most popular kid in school because of it. You dream paradox, even had their own website that was. I asked some friends, but none of them could understand why. Same place to find a mattress had been hauled away. That really stimulate the economy. Here's such good things. Really hope you like this movie. Because if you didn't, squirrels could probably be in. Reach into your pocket to find that your notes are spaghetti. And the teacher was making spaghetti, and the punishment was spaghetti the whole time. Who cares about your presentation? On your right.